സൂപ്പർ താരങ്ങൾക്ക് ചുറ്റും എപ്പോഴും ചെറിയൊരു കൂട്ടമുണ്ടാകും. സഹായിയും സുഹൃത്തുമെല്ലാമായി ഒപ്പം നിൽക്കുന്ന ഇവരെ എർത്തുകൾ എന്ന് പറഞ്ഞ് പലരും പരിഹസിക്കാറുണ്ട്. ഒരു കാലത്ത് ആന്റണി പെരുമ്പാവൂരിന് മുതൽ ഇന്ന് നടൻ രമേശ് പിഷാരടിയെക്കുറിച്ച് വരെ പ്രേക്ഷകരും സിനിമാ ലോകവും ഇങ്ങനെ പറയാറുണ്ട്. മമ്മൂട്ടിക്കൊപ്പം ഇന്ന് മിക്കപ്പോഴും കാണാറ് രമേശ് പിഷാരടിയെയാണ്. താരത്തിന്റെ നിഴലായി ഒപ്പം നിൽക്കാൻ പലരും കൊതിക്കുന്നുണ്ടെങ്കിലും മമ്മൂട്ടി എപ്പോഴും ഒപ്പം കൂട്ടാറ് രമേശ് പിഷാരടിയെയാണ്. മമ്മൂട്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്ന സഹനടന്മാർ ഇന്ന് ഏറെയാണ്. എന്നാൽ ഇവരാരെയും തന്നെ താരത്തിനൊപ്പം കൂടുതൽ കാണാറില്ല എന്നതാണ്. രമേശ് പിഷാരടിയും മമ്മൂട്ടിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ടിനി ടോം. രമേശ് പിഷാരടിയെ പോലെ മമ്മൂട്ടിയോടൊപ്പം നിൽക്കാൻ കൊതി തോന്നിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടൻ. മമ്മൂക്കയുടെ അടുത്ത് അങ്ങനെ ആരെയും അടുപ്പിക്കില്ല. ബൗൺസേഴ്സ് പോലും ദൂരത്താണ്. പിഷാരടി കൂടെയുള്ളത് മമ്മൂട്ടിക്ക് നല്ലതാണ്. പിഷാരടി ഏത് വിഷയവും സംസാരിക്കും. എനിക്കെല്ലാ വിഷയത്തെക്കുറിച്ചും വിവരമില്ല. മമ്മൂട്ടി വ്യാജന്മാരെയും ഓവർ വിനയമുള്ളവരെയും കറക്റ്റ് മനസ്സിലാക്കും. നമ്മൾ എപ്പോഴും വിളിക്കണമെന്നൊന്നുമില്ല. 2 മാസം കൂടുമ്പോൾ മെസ്സേജ് ഇട്ടാൽ മതി. അതിന് പ്രതികരണം കിട്ടും. ആ ടച്ച് നിലനിർത്തി പോകുന്നതിലാണ് കഴിവ്. നമ്മൾ ശല്യമാണെങ്കിൽ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും. താൻ അദ്ദേഹത്തെ വിളിച്ച് ശല്യം ചെയ്യാറില്ലെന്നും ടിനി ടോം വ്യക്തമാക്കി. മമ്മൂട്ടിക്കൊപ്പം പോകുന്നത് തനിക്ക് അഭിമാനവും സന്തോഷവുമാണെന്ന് രമേശ് പിഷാരടി പറയുന്നുമുണ്ട്.